ഞാൻ ഈ വീഡിയോ മുഴുവനായിട്ടിട്ടായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ എന്ന് വെച്ചാൽ ലെങ്ത്ത് കൂടുതലായതുകൊണ്ട്, ഷോർട്സ് വീഡിയോ അല്ലേ, ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് കട്ടായി പോവുകയാണ് ചെയ്തത്. ഞങ്ങൾ പോകുന്ന വഴിയൊക്കെ എന്ന് വെച്ചാൽ ഇതുണ്ടാവുക വലിയ പാറകളും, പിന്നെ ഈ പാൽച്ചുരത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മഴയൊക്കെ പെയ്ത് ഏത് സമയത്തും വെള്ളവും, പിന്നെ ചുരത്തിൻ്റെ മേലെ നിന്നും മണ്ണിടിഞ്ഞ് വീഴലും മരം കടവൊഴുകി വീഴലും അതൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നീക്കം ചെയ്തതിന് ശേഷം മാത്രം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നതിൻ്റെ കുറച്ച് മുമ്പ് വരെ ഈ പാൽച്ചുരം റോഡ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. മണ്ണ് ഇടിഞ്ഞു വീണ സ്ഥലമൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ, മണ്ണ് ഇടിഞ്ഞു വീണ സ്ഥലമൊക്കെ. ഇതൊക്കെ നീക്കം ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ നാട്ടിലേക്കുള്ള യാത്ര തിരിച്ചത്. ഏകദേശം ഇനി ഒരു അരമണിക്കൂറുണ്ടാവും പേരാവൂർ എന്ന സ്ഥലത്തെത്താൻ വേണ്ടി. മുക്കാൽ മണിക്കൂർ എടുക്കേണ്ടതാണ് പേരാവൂർ സ്ഥലത്തെത്താൻ വേണ്ടി. പൊന്നുവാങ്ങി വണ്ടിയിൽ നിന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വിശക്കുന്നുണ്ട്. അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് ചോദിച്ചായിരുന്നു ഭക്ഷണം കഴിച്ചോ, ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിച്ചാണ്. അവിടെ നിന്ന് കഴിച്ചു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞത് വിശക്കുന്നു. ആ എന്നോടാണല്ലോ കേട്ടോ പറഞ്ഞത്, അമ്മയോടാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ സുന്ദരമായ കാഴ്ചകളും സ്ഥലങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളുടെ പേരാവൂരെത്താനായിട്ടൊന്നുമില്ല, ഇനിയും കുറേ പോകാനുണ്ട് പേരാവൂരെത്താൻ വേണ്ടി. പിന്നെ വീഡിയോയുടേതായിരിക്കും മൂലം അത് ഞങ്ങൾ അങ്ങ് പറഞ്ഞു വിടുന്നു, അത്രയേ ഉള്ളൂ. ഇനി ഞങ്ങൾ പേരാവൂരെത്തുന്ന കാഴ്ചയാണ് കേട്ടോ. പേരാവൂരെത്തുന്നതിന് മുമ്പേ പൊന്നു പറഞ്ഞാൽ വിശക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നുവിന് ഭക്ഷണം ഏതാണ് വേണ്ടത്, ബിരിയാണി വേണോ പൊറോട്ട വേണോ, എന്താ പൊന്നുവിൻ്റെ ചോയ്സാണ്. പൊന്നു പറഞ്ഞ് പൊറോട്ട മതി എന്ന് പറഞ്ഞു. പൊറോട്ടയ്ക്ക് ബീഫ് വേണോ ചിക്കൻ വേണോ, അതൊക്കെ ബീഫ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ പൊന്നുവിൻ്റെ അഭ്യർത്ഥന പ്രകാരം പൊന്നുവിന് വേണ്ട എന്താണെന്ന് വെച്ചാൽ അത് മേടിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ട് ബീഫും പൊറോട്ടയും അതിനുള്ള സാലഡും ഒരു ചായയും അതൊക്കെ മേടിച്ചു കൊടുത്തു. എന്നാൽ പിന്നെ ഓക്കെ, ഞങ്ങൾ വീഡിയോ അവസാനിക്കുന്നു കേട്ടോ. കേളകം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട്, അതായത് പാൽച്ചുരം. ചെറിയ മഴയും കോടമഞ്ഞ്, പിന്നെന്താ പറയുക, ഒരു 2 ബസ് വന്നു കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ട്. ചെറിയ റോഡാണ് കേട്ടോ. ചെറിയ റോഡിലൂടെ പോകുമ്പോൾ വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നാമത് ചുരം ആയതുകൊണ്ട് വെച്ചാൽ ചെറിയ റോഡിലോട്ട് കയറി വരുന്ന വണ്ടികൾക്ക് സൈഡും കൊടുക്കണം. അതുകൊണ്ട് പാറകളും, ഈ റോഡിലെ പ്രത്യേകത എന്ന് വെച്ചാൽ പാറ വീഴാൻ സാധ്യതയുണ്ട്. പിന്നെ മണ്ണിടിഞ്ഞ് വീഴാറുണ്ട് ഇവിടെ. മണ്ണിടിഞ്ഞ് വീഴുന്ന വെച്ചാൽ മണ്ണിടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ മരങ്ങളും പോരും. ഉരുൾപൊട്ടലിൻ്റെ അത്രയൊന്നും വരില്ല, മരങ്ങളൊക്കെ പോരും. ആ മരമൊക്കെ മുറിച്ച് മാറ്റി മണ്ണൊക്കെ നീക്കം ചെയ്തിട്ട് ഈ റോഡിലൂടെ യാത്ര തുടരാൻ വേണ്ടി പറ്റും. ഭാഗ്യത്തിന് ഞങ്ങൾ പോയ ദിവസം എന്ന് വെച്ചാൽ മഴ പോകുന്ന സമയത്ത് മഴയില്ലായിരുന്നു, തിരിച്ചു വരുമ്പോഴായിരുന്നു മഴ. ഇതുകൊണ്ടോ മണ്ണിടിഞ്ഞ് വീണ സ്ഥലം കണ്ടോ. ഇവിടുന്ന് നല്ല കാഴ്ചയാണ് കേട്ടോ, അങ്ങോട്ട് താഴോട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായ കാഴ്ചയാണ് കേട്ടോ. ഇവിടുന്ന് ഇനി ഒരു 3/4 മണിക്കൂർ യാത്ര ഉണ്ടാവും നമ്മൾ പേരാവൂർ എന്ന സ്ഥലത്തെത്താൻ വേണ്ടിയിട്ട്. ഇതാണ്ടോ മണ്ണിടിഞ്ഞ് വീണൊക്കെ കണ്ടോ. മണ്ണിടിഞ്ഞ് വീണ് റോഡിലൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ ഗതാഗതം തടസ്സപ്പെടും. അതൊക്കെ നീക്കം ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഇതിനു മുമ്പേ ഇതുപോലെ മണ്ണിടിഞ്ഞ് വീണിട്ട് ഈ പാൽച്ചുരം റോഡ് ഒരു ദിവസം മൊത്തം ബ്ലോക്കാക്കിയിരുന്നു കേട്ടോ. ഈ മണ്ണിടിഞ്ഞ് വീണതും മരം കടവൊഴുകി വീണതും അതൊക്കെ നീക്കം ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ പോയത്. ഇതുണ്ട് കൊടുമ്പളവ്. ചുരം ഇങ്ങനെയാണ്, റായനാക്കാട്ട് ഇടുങ്ങിയ സ്ഥലങ്ങളാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ നാട്ടിൽ പേരാവൂരെത്തി. ഇവിടുന്ന് ഒരു അരമണിക്കൂർ തോട്ടുണ്ട് വീട്ടിലേക്ക് എത്താം. പൊന്നുമോനാണെങ്കിൽ വിശന്നിട്ട് വയ്യാന്നാണ് പറഞ്ഞത്. പിന്നെ പൊന്നുകൂടെ ചോദിച്ചു, പൊന്നുവിന് ബിരിയാണി വേണോ ബീഫ് വേണോ ഇതൊക്കെ ചോദിച്ചു. പൊന്നു പറഞ്ഞു
ഞങ്ങൾക്ക് പൊറോട്ട മതി. എന്നാൽ പൊറോട്ടയ്ക്ക് കറി തന്നെ വേണ്ടേ? അങ്ങനെ അവസാനം അവളെ അഭ്യർത്ഥന പ്രമാണിച്ച് പൊറോട്ടയും ഇറച്ചിയും മേടിച്ചു കൊടുത്ത് ഈ വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുന്നു കേട്ടോ. ഓക്കെ, ബൈ ബൈ.